അമേരിക്കയിലെ ലൂസിയാനയിലെ തിരക്കേറിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പ്രസവവേദനയെടുത്ത് നിലവിളിക്കുന്ന തന്റെ ഭാര്യയെ കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അയാൾ ഡോക്ടറോട് കൈകൂപ്പി കരഞ്ഞു. അധികം വൈകാതെ ഓപ്പറേഷൻ നടന്നു. കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷേ കുഞ്ഞൊന്ന് അനങ്ങുകയോ കരയുകയോ ചെയ്തില്ല. വിവരമറിഞ്ഞ് അയാൾ തന്റെ ഭാര്യയെക്കുറിച്ച് അന്വേഷിച്ചു. ഭാര്യ സുഖമായിരിക്കുന്നു എന്നറിവ് അയാളെ ആശ്വസിപ്പിച്ചു. ഡോക്ടർമാരുടെ നിരന്തര പരിശ്രമത്തിന് ശേഷം ആ കുഞ്ഞ് ഞരങ്ങാനും കരയാനും തുടങ്ങി. പക്ഷേ മാസം തികയാതെ പ്രസവിച്ചതിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ കുഞ്ഞിനുണ്ടെന്ന് ഡോക്ടർ അറിയിച്ചു. കുഞ്ഞിന്റെ തലയ്ക്ക് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്നും അധികനാൾ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അയാളും ഭാര്യയും ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചുപോയി. ലോകത്തിലെ തന്നെ ഏറ്റവും നിർഭാഗ്യവാനായ കുഞ്ഞിനെ ഡോക്ടർ ദയനീയമായി നോക്കി. ഡോക്ടറുടെ സുഹൃത്തുക്കളായിരുന്ന റോയ് ഫ്രാങ്ക് ആർ.ജെ. മിറ്റെ ജൂനിയറും ഡൈന മിറ്റെയും ആ കുഞ്ഞിനെ ദത്തെടുത്തു. റോയ് ഫ്രാങ്ക് ആർ.ജെ. മിറ്റെ എന്നവർ അവന് പേരിട്ടു. 3 വയസ്സുവരെ അവനൊരു സാധാരണ കുഞ്ഞായിരുന്നു. 3-ാം വയസ്സിൽ അവന് സെറിബ്രൽ പക്ഷാഘാതം ഉണ്ടായി. കൗമാരക്കാലം മുഴുവൻ വാക്കറിന്റെ സഹായത്തോടെയാണ് അവൻ നടന്നത്. ഒരു ദിവസം യാദൃശ്ചികമായി പേഴ്സണൽ ടാലന്റ് പരിശീലകനായ അഡിസൺ ഫ്രാങ്കിനെ പരിചയപ്പെട്ടു. ഇതവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറി. 2008 മുതൽ 2013 വരെ നീണ്ട ബ്രേക്കിംഗ് ബാൻഡ് എന്ന പരമ്പരയിൽ അവൻ അഭിനയിച്ചു. 2013 ഹരോൾഡ് റസൽ അവാർഡിന് ഫ്രാങ്കിനെ യോഗ്യനാക്കിയതും ഇതിലെ കഥാപാത്രമാണ്. വൈറ്റ് വ്യൂവേഴ്സ്, ഹൗസ് ഓഫ് തിങ്സ്, സ്റ്റംപ് തുടങ്ങി നിരവധി സിനിമകളിൽ ഫ്രാങ്ക് അഭിനയിച്ചു. ലോകോത്തര ബ്രാൻഡുകളുടെ പരസ്യ മോഡൽ കൂടിയാണ് ഇന്ന് ഫ്രാങ്ക്. കാലം കരുതിവച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അത് കാത്തിരുന്ന് അനുഭവിക്കുക തന്നെ വേണം. പ്രയത്നങ്ങളൊന്നും വിഫലമാവുകയില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ ആ അത്ഭുതങ്ങൾക്കായി നമുക്കും കാത്തിരിക്കാം. ശുഭദിനം.